BJP അധികാരത്തിൽ വന്ന എന്താ സംഭവിക്കാൻ പോകുന്ന ചെറിയൊരു ഉദാഹരണം കണ്ടാലോ? ഇത് ട്രിവാൻഡ്രത്തെ ഒരു സ്കൂളില് കഴിഞ്ഞ ദിവസം പ്രവേശനോത്സവം നടന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കഴക്കൂട്ടം MLA മുരളീധരൻ കുട്ടികൾക്ക് സ്നേഹത്തോടു കൂടി മുട്ടായി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. മുരളീധരനോട് ഒരു കാര്യമേ പറയാനുള്ളൂ, പശുവിന് പുല്ല് ചെത്തി കൊടുക്കുന്ന കണക്ക് കുട്ടികൾക്ക് ഇങ്ങനെ മുട്ടായി കൊടുത്താൽ അത് വേണ്ടാന്ന് വെക്കാനുള്ള അവകാശം ഞങ്ങളുടെ ഇവിടുത്തെ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ഈ BJP കാരുടെ കയ്യിൽ നിന്ന് സ്നേഹമോ വാത്സല്യമോ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, കുറച്ചെങ്കിലും ഒരു മാനുഷിക പരിഗണന, പ്രത്യേകിച്ച് കുട്ടികളല്ലേ, അതെങ്കിലും കൊടുക്കായിരുന്നു. ഈ BJP വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഈ പറയുന്നത്? മനസ്സിലാവുന്നില്ല. അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഈ 10-12 കൊല്ലം കൊണ്ട് ഈ രാജ്യം ഭരിക്കുന്നത് തന്നെ അവരല്ലേ? BJP അല്ലേ ഈ രാജ്യം ഭരിക്കുന്നത്? എന്താണ് ഇവിടെ സംഭവിച്ചത്? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. ആർക്കാണ് ഇവിടെ അത്രത്തോളം അങ്ങോട്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. അങ്ങനെ അത്രത്തോളം പൊറുതിമുട്ടിയിരിക്കുവാണെങ്കിൽ ഈ പറയുന്ന ഇവരെ തന്നെ തുടരെ വീണ്ടും ജനങ്ങൾ അധികാരത്തിൽ എത്തിക്കുമോ? ചിന്തിക്കൂ. മറ്റു പാർട്ടിക്കാരൊക്കെ കോൺഗ്രസ് അടക്കം പഠിച്ച പണി 18 നോക്കിയിട്ട് പോലും അധികാരത്തിലെത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല. വീണ്ടും ജനങ്ങൾ അധികാരത്തിലിരിക്കാനായിട്ടുള്ള അവകാശം കൊടുത്തിരിക്കുന്നത് BJPക്ക് തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ എന്താ പൊട്ടന്മാരാണോ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. വേറൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, BJPക്കാരിൽ നിന്നും സ്നേഹവും വാത്സല്യവും മാനുഷിക പരിഗണനയും ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള തരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേന്ദ്രത്തിൽ അങ്ങ് ഇരിക്കുന്ന വ്യക്തി ശ്രീ നരേന്ദ്രമോദി, ആ വ്യക്തി കുട്ടികളോട് കാണിക്കുന്ന ആ ഒരു തരത്തിലുള്ള സ്നേഹവും വാത്സല്യവും എത്രത്തോളമാണ് എന്നുള്ളത് കണ്ടിട്ട് തന്നെയാണോ ഈ ഡയലോഗ് അടിക്കുന്നത്? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. കാരണം എന്റെ കാഴ്ചപ്പാടിൽ കുട്ടികളോട് അത്രത്തോളം സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പെരുമാറുന്ന ഒരു വലിയ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ട പരിപാടി. കാരണം അത്രത്തോളമുള്ള കാഴ്ചകൾ ഒരുപാട് നിരവധി കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ ഈ വയനാട്ടിൽ തന്നെ നരേന്ദ്രമോദി വന്നപ്പോഴത്തേക്കും ആ ആശുപത്രിയിൽ വെച്ച് ആ കൊച്ചു കുഞ്ഞിനോട് കാണിച്ച ആ ഒരു വാത്സല്യം തന്നെ അതിനൊരു ഉദാഹരണമായിട്ട് എടുക്കാമല്ലോ. അത് എത്രയോ പേര് കണ്ട്. നരേന്ദ്രമോദിയെ എതിർക്കുന്നവർ, ആ പാർട്ടിയെ എതിർക്കുന്നവർ പോലും ആ കാഴ്ച കണ്ടിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ ഈ പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? BJPക്കാർ അങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്നത്. കേന്ദ്രത്തിലിരിക്കുന്ന ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തി പോലും ഈ ഒരു രീതിയാണ് ചെയ്യുന്നത്. എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊന്നും കാണുന്നില്ലേ? ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത്? പിന്നെ ഈ പറയുന്ന മുരളീധരന്റെ കാര്യം, ഈ വീഡിയോ ഞാനും കണ്ടതാണ്. എനിക്കത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് എന്തോ വലിയ സംഭവം ചെയ്തു എന്നുള്ള മട്ടിലൊന്നും എനിക്ക് തോന്നിയില്ല. കുട്ടികൾ ഇരിക്കുന്ന ആ മേശപ്പുറത്ത് ആ മുട്ടായികൾ വിതരണം ചെയ്തു എന്നത് മാത്രമാണ് ഞാൻ ഈ കണ്ടതെന്ന് പറയുന്നത്. അത് ഒരാൾക്ക് ഒന്ന് വെച്ച് കൊടുക്കാനുള്ളതിന് കുറേയധികം മുട്ടായിലിട്ട് കുട്ടികൾ വാരിപ്പറക്കിയിട്ട് തിന്നട്ടെ എന്നുള്ള തരത്തിൽ കുറേയധികം മുട്ടായികൾ അവിടെ ഇട്ടിരിക്കുന്നു. അത് മേശപ്പുറത്തല്ലേ, ആ ഒരു വലിയ മേശപ്പുറത്തല്ലേ, അല്ലാതെ തറയിലൊന്നും അല്ല ഇട്ടത്. ഇനി അത് പോട്ടെ, കുട്ടികളോട് എന്തോ ഐറ്റമാണ് എന്നുള്ള തരത്തിൽ എന്തോ ജാതിയുടെ ഇത്, പിന്നെ അതിന്റെ പേരിൽ ഉന്നത കുല ജാതൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങിയല്ലോ. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് പലരും. ഈ കാണുന്ന കാഴ്ചയല്ല, ഇതിനൊരു പിന്നാമ്പുറ കാഴ്ചയും മുന്നാമ്പുറ കാഴ്ചയൊക്കെ തന്നെ ഉണ്ട്. ഉന്നത കുലജാതൻ ഈ പറയുന്ന രീതിയിൽ എന്താ പറയുക, തൊട്ട് കഴിഞ്ഞാൽ ഐത്തം എന്നൊക്കെ പറഞ്ഞ് താളം അടിക്കുന്നവർ ഈ വീഡിയോ കണ്ടായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഇതും അവിടെ സംഭവിച്ച കാര്യമാണ്. ഈ പറയുന്ന കുട്ടികളോടൊപ്പം ഇദ്ദേഹം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടതെന്ന് പറയുന്നത്. അതായത് ഈ മുട്ടായി വിതരണത്തിന് ശേഷമോ അതിന് മുന്നേ സംഭവിച്ച കാഴ്ചയാണിത്. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ തന്നെ ഒന്ന് തൊടുന്നില്ലേ, അദ്ദേഹം ഒന്ന് തലോടുന്നില്ലേ? സ്നേഹത്തോടു കൂടിയല്ലേ അദ്ദേഹം ആ കുട്ടികളോടൊപ്പം നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാഴ്ച എന്താണ്? ഇത് ഇദ്ദേഹം അല്ലേ? ഇത് ഇനി വേറെ വല്ലവരും ആണോ ഈ നിൽക്കുന്നതെന്ന് പറയുന്നത്? അപ്പൊ അങ്ങനെ അയിത്തമുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യൂടെ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഈ ഒരു കാര്യത്തിൽ പോലും ഇത്രയധികം വിഷം കുത്തിക്കയറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിമറിയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വളരെയധികം പരിതാപകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയും മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും സഹതാപം മാത്രമാണ് തോന്നുന്നതെന്ന് പറയുന്നത്. ഒരാളെ രാഷ്ട്രീയമായിട്ട് അയാളോട് വിരോധം ഉണ്ടെങ്കിൽ ഇമാതിരി ചെറ്റ പരിപാടികളല്ല ആരായാലും കാണിക്കാനുള്ളതെന്ന് പറയുന്നത്. ഇതിൽ രാഷ്ട്രീയ പാർട്ടികളെയും പിന്നെ ഇത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നവരെയും പിന്നും മാറ്റി നിർത്താന്ന് പറയാം. പക്ഷെ ആ മുട്ടായി കൊടുക്കുന്നത് മാത്രം വെച്ചിട്ട് ചാനൽസിലിട്ട് ആഘോഷിക്കുന്ന, മുഖ്യധാരാ മാധ്യമ ചാനലുകളിലിട്ട് ആഘോഷിക്കുന്ന കുറേയധികം മാധ്യമ ചാനലുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ മുഖ്യധാരാ ചാനലുകൾ തന്നെയാണോ അതോ വല്ല മഞ്ഞപ്പത്രക്കാരാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. കാരണം അമ്മാതിരിയുള്ള വാർത്തകളല്ലേ കൊടുക്കുന്നത്. കാരണം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ ഇത് ശരിയാണെന്നോ ഇതിന്റെ ഒരു റിയാലിറ്റി എന്താണെന്നോ പോലും അന്വേഷിക്കാതെ BJPക്കെതിരെ ഒരു സംഭവം കിട്ടി എന്നാ പിന്നെ ഉണ്ടയില്ല വെടി എന്നുള്ള തരത്തിൽ അതങ്ങ് എടുത്തിട്ടങ്ങ് കൊടുക്കുക, അതങ്ങ് എടുത്തിട്ടങ്ങ് അലക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന കുറേയധികം മാധ്യമ മാപ്രകൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രയ്ക്കും ഗതികെട്ട മുഖ്യധാരാ മാധ്യമങ്ങൾ കേരളത്തിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്നുള്ളത് എടുത്തു പറയുന്നത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത്രയ്ക്കും ചെറ്റത്തരമാണ് ഇവറ്റകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇവരൊക്കെ സത്യം പറഞ്ഞ കുറേ നാൾ നമ്മൾ സുരേഷ് ഗോപിയുടെ പിറകുന്നായിരുന്നു. സുരേഷ് ഗോപിയുടെ പിറകുന്ന് പോയി ഇതുപോലുള്ള കുറേയധികം കാര്യങ്ങൾ ഒപ്പിച്ചുകൊണ്ട് അയാളെ നാട്ടിക്കാനായിട്ട് കുറേയധികം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി മാത്രമല്ലല്ലോ, ഒരു കോർപ്പറേഷൻ ഉണ്ട്, മേയർ VV രാജേഷ് ഉണ്ട്, പിന്നെ 3 MLA-മാരും കൂടി ആയിരിക്കുന്നു. അപ്പോൾ ഇവരെ എല്ലാവരും പിറകുന്ന് നടന്ന് ഓരോന്നിങ്ങനെ കുത്തിപ്പൊക്കി ഉണ്ടാക്കി എടുക്കേണ്ടത് ഭയങ്കര കഷ്ടപ്പാടായിട്ടുള്ള ഒരു കാര്യമാണ്. അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യാന്ന് പറയും? ജനങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വോട്ട് കൊടുത്ത് ഇങ്ങനെ ഓരോരുത്തർ വിജയിപ്പിച്ചുകൊണ്ടിരുന്ന ഇവർ ആരുടെയൊക്കെ പിറകുന്ന് പോകുന്നുള്ളതാണ് ഒരു കഷ്ടത പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. എന്നാലും ശരിയായിട്ടുള്ള കാര്യങ്ങൾ കുറേ ഒരാളെ എങ്ങനെയും നാട്ടിക്കണം അല്ലെങ്കിൽ എങ്ങനെയും അയാളെ ഒന്ന് താഴ്ത്തിക്കെട്ടണം എന്ന് കരുതിയിട്ട് ഇമാതിരി ഊളത്തരങ്ങളും ഇമാതിരി അനാവശ്യ കാര്യങ്ങളും ഒക്കെ കുത്തി നിറച്ചുകൊണ്ട് ഇജാതി നാറ്റ പരിപാടി ചെയ്യുന്നത് മോശമായിട്ടുള്ള ഏർപ്പാടാണ്. ശരിക്കും പറഞ്ഞ മാധ്യമങ്ങൾ മാപ്രകളോട് എനിക്ക് പറയാം, കേരളത്തിലെ മുഖ്യധാര മാപ്രകളോട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പറയാനുള്ളത്, ഇതിന്റെയൊന്നും ഭേദം കട്ടപ്പാറ എടുത്ത് പാതിരാത്രി കക്ക ഇറങ്ങുന്നതായിരിക്കും നല്ലതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളവരോട്. നാദ്രയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് കാര്യം റിയാക്ട് ചെയ്യുമ്പോഴും അത് ഒരു ഭാഗം കണ്ട് മാത്രം റിയാക്ട് ചെയ്യരുത്. അതിന്റെ എല്ലാ വശവും നോക്കി ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം റിയാക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഈ പറയുന്ന തരത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ
ഒരാളെ എങ്ങനെയും നാറ്റിക്കണം എന്നുള്ള തരത്തിൽ ചിന്തിച്ചുകൊണ്ട് അയാൾക്കെതിരെ എന്തെങ്കിലും ഉണ്ടായില്ല വെടി കിട്ടുമ്പോഴത്തേക്കും അതും എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് നേരിടും. അതിനൊരു അന്തസ്സുണ്ടെന്ന് പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി തറ വേലയായി പോയി എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് ആര് ചെയ്താൽ